ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ മജീഷ്യൻ മുതുകാട് സാറ്, ഗോപിനാഥ് മുതുകാട്, അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടില്ലാത്തവരാരുമില്ല. അതുപോലെ തന്നെയാണ് ഓരോരോ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഓരോ പ്രവർത്തികളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാടിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും ഒരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അസൂയ മൂത്തിട്ടും അല്ലെങ്കിൽ ഇത് പിടിക്കാത്തവരും കാണും. ഞാൻ അങ്ങനെ അടച്ചു പറയുന്നതല്ല, എങ്കിലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളർന്നു വരുന്ന ഓരോ സംരംഭങ്ങളും മുളയിലേ നുള്ളി കളയാൻ ചിലർ ശ്രമിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിലും അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളും ഭിന്നശേഷി കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ വേർതിരിവെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നതും ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിരപരാധിത്വം, അല്ലെങ്കിൽ അദ്ദേഹം ഈ കാര്യത്തിൽ നിരപരാധി ആയിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുകയാണ്. കാരണം നമ്മളേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ശ്രീ മജീഷ്യൻ മുതുകാടെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടായതിൽ, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ഭിന്നശേഷി കുട്ടികളെ വെച്ചിട്ട് അദ്ദേഹം മുതലെടുക്കുകയാണ്, അല്ലെങ്കിൽ ആ സ്വത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുകയാണെന്നുള്ളൊരു കിംവദന്തി പരക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് വരാതിരിക്കട്ടെ. എന്തായാലും ഇന്നലെ അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായി തന്നെ വരട്ടെ. അതായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷി കുട്ടികളെ നല്ല കാര്യമായിട്ടാണ് അദ്ദേഹം നോക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാം. പക്ഷെ അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. മേലും അദ്ദേഹം കുറ്റക്കാരനല്ല, അല്ലെങ്കിൽ ഈ പരക്കുന്ന കിംവദന്തികളെല്ലാം പറച്ചിൽ മാത്രമായിട്ട് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അന്ന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തികളും. അതങ്ങനെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ അസൂയ മൂത്തിട്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ ഇഷ്ടമല്ലാതെയോ, അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ അങ്ങനെയുള്ളൊരു കാര്യമായിട്ട് വരണേ എന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഇന്ന് ചിലർ പ്രചരിപ്പിക്കുന്നതാണ്, ഞാൻ 1 രൂപയെങ്കിലും ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് കഴിഞ്ഞ 27 കൊല്ലത്തിനിടയ്ക്ക് പേഴ്സണൽ ആവശ്യത്തിനായി എടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. 27 വർഷമായി ഞാൻ ഈ സ്ഥാപനത്തിന് അമരത്തിരിക്കുന്നുണ്ട്. ഇതുവരെ 1 രൂപ പോലും ഞാൻ ശമ്പളം കൈപ്പറ്റിയിട്ടില്ല. മാജിക് പ്ലാനറ്റിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ സാമ്പത്തിക പിരിമുറുക്കത്തിൽപ്പെട്ട് വീട് പോലും വിൽക്കേണ്ട സാഹചര്യം ഉണ്ടായവനാണ് ഞാനും എൻ്റെ കുടുംബവും. ആ പണം മുഴുവൻ ഞാൻ കൊടുത്തത് ഈ സൊസൈറ്റിയിലേക്കാണ്. മാജിക് ഷോ നടത്തിയിരുന്ന കാലത്ത് കിട്ടിയ പണം മുഴുവൻ ഒഴുക്കിയത് ഈ സൊസൈറ്റിയിലേക്കാണ്. ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഒരു ചെറിയ ഫ്ലാറ്റിലാണ്. ഒരു 30 സെൻറ്റ് സ്ഥലം എൻ്റെ പേരിലുണ്ടായിരുന്നത് ഈ സൊസൈറ്റിയുടെ പേരിൽ എഴുതി കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് അവിടെ 16 വീടുകളുണ്ടാക്കി. ഇന്നവിടെ താമസിക്കുന്നത് ഇവിടുത്തെ കുട്ടികളുടെ കുടുംബവും ആർട്ടിസ്റ്റുകളുമാണ്. 1 രൂപ പോലും അതിൻ്റെ പേരിൽ ആരിൽ നിന്നും ഇതുവരെ ഈടാക്കിയിട്ടില്ല. ഇനി എൻ്റെ ഭാര്യയുടെ പേരിലുള്ള 14 സെൻറ്റ് ഭൂമിയും ഈ സൊസൈറ്റിയുടെ പേരിൽ എഴുതി വാങ്ങി അവിടെ വീട് പണി പൂർത്തിയാക്കിയിട്ട് വരികയാണിപ്പോൾ. ഇതെല്ലാം കൈവശമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു മോട്ടിവേഷൻ പരിപാടിക്ക് ഇപ്പോൾ പോകുന്ന സമയത്ത് സംഘാടകർ എനിക്ക് തരാറുള്ള പണം പോലും, ഏതെങ്കിലും അവാർഡുകളുടെ ഭാഗമായിട്ടുള്ള സമ്മാനത്തുക പോലും ഈ സൊസൈറ്റിയിലേക്ക് കൊടുത്തോളൂ എന്നാണ് ഞാൻ പറയാറുള്ളത്. ജാലവിദ്യാ പരിപാടി നടത്തിയിരുന്ന കാലത്ത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ള സുഹൃത്ത് ബന്ധങ്ങളിലൂടെ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഈ പ്രസ്ഥാനത്തിലേക്ക് സംഭാവന നൽകുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ട് റെസീറ്റ് കൊടുക്കുന്നു, കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ മാജിക് പ്ലാനറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് താല്പര്യമുള്ള പക്ഷം ഡൊണേഷൻ കൊടുക്കാനായിട്ട് ഇവിടെ തന്നെ പ്രത്യേക കൗണ്ടറുണ്ട്. അവിടെയും പണമായിട്ട് സ്വീകരിക്കുകയില്ല എന്നും എല്ലാം അക്കൗണ്ട് വഴിയേ പേ ചെയ്യാവൂ എന്നും എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. അതിനുള്ള റെസീറ്റ് ആ നിമിഷം തന്നെ അവിടെ വെച്ച് തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയൊരു ആരോപണം, ഇവിടെ കാര്യമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഇല്ല എന്നും ഓട്ടിസം ബാധിച്ചവർ ഇല്ല എന്നും ഉള്ളവർക്കൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നതുമാണ്. അതോടൊപ്പം ഞാൻ കുട്ടികളെ തട്ടിമാറ്റുന്നു എന്നതാണ്. ഇതിനുള്ള മറുപടി പറയേണ്ടത് ഞാനല്ല, ഇത് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഇവിടെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഒരുപാട് മാറ്റം വന്നതായിട്ടാണ് എനിക്കും ഇവിടുത്തെ അധ്യാപകർക്കും ഡോക്ടേഴ്സിനും തെറാപ്പിസ്റ്റുകൾക്കും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളത്. അസസ്മെൻ്റ് റിപ്പോർട്ടിലൂടെ ഗവൺമെൻറ് ഏജൻസികളായിട്ടുള്ള ഐക്കോൺസും ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററും ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്.
ഇവിടെ കുട്ടികളുടെ മാതാപിതാക്കൾ സമർപ്പിച്ച ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രകാരം ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, വിഷ്വലി ഇമ്പയർഡ്, ഹിയറിംഗ് ഇമ്പയർഡ് തുടങ്ങി പലവിധ ഡിസബിലിറ്റികളുള്ള കുട്ടികളും ഇവിടെയുണ്ട്. എല്ലാ കുട്ടികൾക്കും പ്രവേശനം നൽകാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. നോക്കൂ, ഇത് ഡിഫറൻറ്റ് ആർട്ട് സെൻ്ററാണ് എന്ന് മനസ്സിലാക്കുക. കലാപരമായി കുട്ടികളെ പരിശീലിപ്പിക്കുകയും അവരെ സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഭിന്നശേഷി മേഖലയിലെ മുഴുവൻ പ്രശ്നങ്ങളും ഏറ്റെടുക്കാമെന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് ഭിന്നശേഷിക്കാർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സ്കൂളല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സാധാരണ സ്പെഷ്യൽ സ്കൂളുകൾക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ സാമൂഹ്യനീതി വകുപ്പിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ DDRSൻ്റെയോ ഗ്രാൻഡ് ഈ സ്ഥാപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സാധാരണ ഭിന്നശേഷിക്കാർ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കാറുള്ള ഗ്രാൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ബോധ്യപ്പെടേണ്ടത്. ഇനി ഇതുകൂടി മനസ്സിലാക്കുക, ഇവിടുത്തെ കുട്ടികളുടെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഇതുവരെ ₹1 പോലും ഫീസായോ മറ്റേതെങ്കിലും പേരിലോ വാങ്ങിയിട്ടില്ല. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫിനും സൗജന്യമായിട്ടാണ് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത്. എല്ലാ കുട്ടികൾക്കും എല്ലാ മാസവും അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ഒരു തുക സ്റ്റൈപ്പൻഡായി മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. മുഴുവൻ യൂണിഫോമും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവർക്ക് വന്നു പോകാനായി വാഹനങ്ങൾ സൗജന്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തെറാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് RCI അംഗീകാരമുള്ള ഉഗ്രൻ തെറാപ്പിസ്റ്റുകൾ ഇവിടെയുണ്ട്. ഇതും തികച്ചും സൗജന്യമാണ്. പുറത്തുനിന്ന് വരുന്നവർക്കും സൗജന്യമായിട്ട് തെറാപ്പി കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള കുട്ടികൾക്കോ കുടുംബങ്ങൾക്കോ മാത്രമല്ല, പുറത്തുള്ള ഭിന്നശേഷി സ്ഥാപനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഈ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ സഹായം നൽകുന്നത് ഒരുപക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി മാതാപിതാക്കളിലേക്ക് വന്നാൽ, കുട്ടികളുടെ മാതാപിതാക്കളെ സഹായിക്കാനായിട്ട് കരിസ്മ എന്ന പേരിലൊരു അവർ തന്നെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അവർക്ക് ജോലി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തുവാനുള്ള സ്ഥലവും ഉപകരണങ്ങളും തയ്യൽ മെഷീനെല്ലാം വിൽപ്പന നടത്താനുള്ള കടകളും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതും ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററാണ്. അതിൻ്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ മാത്രമാണ്. നമ്മൾ അതിനകത്ത് ഇടപെടുന്നില്ല. ഇതെല്ലാം സാധിക്കുന്നത് ഒരുപാട് നല്ല മനുഷ്യരുടെ സഹായവും CSR ഫണ്ടും ഉപയോഗപ്പെടും. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ച് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ പഴയതിനേക്കാൾ ഉയരത്തിൽ അദ്ദേഹം എത്തട്ടെ. അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന കുഞ്ഞുങ്ങളിൽ കള്ളത്തരം കാണാതെ അദ്ദേഹത്തിന് പഴയ പോലെ തന്നെ അതേപോലെ തിരിച്ചു വരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിലെ ഞാൻ സബ്സ്ക്രൈബറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുവിധമുള്ള മോട്ടിവേഷൻ വീഡിയോകളെല്ലാം ഞാൻ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കങ്ങനെ ഇനി അദ്ദേഹം കള്ളത്തരം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലാണോ എന്നുള്ള കാര്യം കാലം തെളിയിക്കട്ടെ. തെളിയിച്ച് അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ച് പഴയതിനേക്കാൾ നല്ലതുപോലെ തിരിച്ചു വരട്ടെ ഞാൻ ആശംസിക്കുകയാണ്. നന്ദി.